നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ജീവിതവും പിന്നെ ജീവിതത്തിലെ പിണക്കങ്ങളും ഇളക്കങ്ങളെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം വളരെ സിമ്പിളായിട്ട് കാണണം. എന്തിനാണ് എല്ലാവരോടും പിണങ്ങുന്നത്? അത് വലിയ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ചിലപ്പം അത് അങ്ങനത്തൊന്നും ശത്രുതയുടെ ആവശ്യമില്ല. ഇതൊക്കെ സത്യം തന്നെയാണെങ്കിലും എന്നോട് പലവരും വന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പോയിട്ട് നമ്മുടെ ശത്രു രാജ്യത്ത് പോയി നെഞ്ചും പിരിച്ച് സൗഹൃദത്തിന് പോകുമോ? അവർ നമ്മളെ ഓൺ ദ സ്പോട്ട് ഇതാക്കി കളിയില്ലേ, കൊന്നു കളിയില്ലേ? അത് ശരിയാണോ? എല്ലാവരുമായിട്ട് സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ശരിയാണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. എല്ലാ സാഹചര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവന് ആപത്ത് വരുന്നൊരു സംഗതിയില്ലേ, നമ്മളെ ശത്രു രാജ്യത്തിന് മുമ്പ് നെഞ്ചും പിരിച്ച് അല്ലെങ്കിൽ സൗഹൃദമായിട്ട് ചുമ്മാതങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെങ്ങനെ പെരുമാറും നമുക്കറിയില്ല. നമുക്ക് ശരിക്കും തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്നത് ഉള്ള സ്ഥലത്ത് നമ്മൾ പോകാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഒരു ഭ്രാന്തൻ്റെ മുമ്പിൽ ആ ഭ്രാന്തൻ എങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയില്ല. മുമ്പിൽ നമ്മൾ സ്നേഹപൂർവ്വം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭ്രാന്തൻ എന്തെങ്കിലും ഒരു വഴിയെടുത്തേക്കാം. നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പറയണമെന്നില്ല. ബാക്കി പിണക്കങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മറ്റ് നിർദോഷകരമായ ഒരുപാട് ചെറിയ പിണക്കങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതൊക്കെ വെറുതെ നമ്മൾ ഓവർ ചിന്തിച്ചിട്ട് നമ്മൾ പല ഇതിലേക്കും പോകുന്നതാണ്. ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ആക്രമിക്കാത്ത ഏത് ബന്ധത്തിനും നമ്മൾ കൂടുതൽ അതിലേക്ക് നമ്മൾ സൗഹൃദം, നമ്മൾ ഈ പിണക്കങ്ങളൊക്കെ മാറ്റുക. ജീവിതത്തിന് അതിലൊന്നും വലിയ അർത്ഥമില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ജീവന് ആപത്തുള്ളൊരു സംഗതിക്ക് നമ്മൾ അത് പോയി മണ്ടത്തരം കാണിക്കരുത്. മണ്ടത്തരവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് തീയിൽ കൈയിടരുത്. എന്ത് ശരീരം എന്ന് കരുതിയിട്ട് നമ്മൾ തീയിൽ പോയിട്ട് കൈയിടാൻ നിൽക്കുന്ന കഴിഞ്ഞാൽ കൈ പൊള്ളും. ശരീരം ഉണ്ടല്ലോ, അത് വേദനിക്കുമല്ലോ. അപ്പോൾ എന്ന് കരുതിയിട്ട് നമ്മൾ ആ തീയിൽ കൈയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ പൊള്ളും. വെറുതെ എന്തിനാ കൈയിടുന്നത് അല്ലേ? അതേപോലെ അവിടെ ആപത്ത് നമ്മൾ ഒരിക്കലും വെറുതെ മണ്ടത്തരം കാണിക്കരുത്. ജീവിതം വളരെ സിമ്പിളാണ്, ഇതിലൊന്നും വല്ല അർത്ഥമില്ല എന്ന് കരുതിയിട്ട് നമ്മളെ കൊല്ലാൻ, നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് സൗഹൃദ സംഭാഷണത്തിനും പിണക്കം മാറ്റാനും പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമാവും. വെറുതെ നമ്മുടെ ജീവൻ കളയുന്നതിന് തുല്യം. ഓരോ ജീവനും വിലപ്പെട്ടതാണല്ലോ. ശരിയാണ്, ഒന്നും അർത്ഥമില്ലെങ്കിലും ലാസ്റ്റിലെല്ലാം സെയിം ആണെങ്കിലും എന്തായാലും നമ്മളിവിടെ വന്നത് ഒരു ചെറിയൊരു കാര്യം നേടാനാണ്, അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തന്ന ജീവിതം നമ്മൾ ജീവിച്ചേ മതിയാവും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റോ അതിന് ശേഷമുള്ളതോ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട. നമ്മൾ സിമ്പിളായിട്ട് ലൈഫ് ജീവിക്കുക. എന്തൊക്കെ വരുന്നോ നമ്മൾ ആസ്വദിക്കുക, എന്തൊക്കെ ദുഃഖം വരുമ്പോൾ നമ്മൾ സഹിക്കുക. അപ്പോൾ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം തന്നെ. അതിനിടയിലെ വഴക്കുകളും അനാവശ്യ ചിന്തകളും ഒക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ വിലപ്പെട്ട ജീവിതം വെറുതെ കളയുകയും ചെയ്യരുത്. ഒരു ആപത്തുള്ള സ്ഥലത്ത് പോയിട്ട് തല കാണിച്ച് അവിടെ സൗഹൃദ സംഭാഷണത്തിന് പോയി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷമുണ്ട്. മനസ്സിന് ദോഷം എന്ന് പറയാൻ കാരണം ചില അപമാനിക്കലുണ്ടാവും. നമ്മൾ ചില അറിയാം, ചില ബന്ധുക്കളും ചില ആളുകളും നമ്മളെ മാനസികമായി തകർത്ത് അപമാനിച്ചു വിടും. അപ്പോൾ അവിടെയും നമ്മൾ എന്തിനാണ് ദേഷ്യം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദേഷ്യം കാണിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ അവിടെ എവിടെയാണോ നമുക്ക് അപമാനം ഉണ്ടായത് അവിടെ പോകുന്നത് ശരിയാണോ? അത് ഞാൻ ചോദിച്ചാൽ ശരിയല്ല എന്ന് ഞാൻ പറയും. ആത്മാഭിമാനമല്ലേ? അതല്ല, ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമല്ല അവർ. നമുക്കറിയാം അവിടെ പോയാൽ നമുക്ക് വളരെ അപമാനം സഹിക്കേണ്ടി വരും, മാനസികമായി നമ്മളെ തകർത്ത് കളയും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് വെറുതെ എന്തിനും നമ്മളെ വിലപ്പെട്ട സമയം കഴിയണം. അത് ദേഷ്യത്തിൻ്റെ പ്രശ്നമല്ല. നമുക്ക് പക്ഷെ ഉറപ്പുണ്ടായിരിക്കണം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കും ചിലപ്പോൾ അവിടെ ഒരുപാട് അപമാനം സഹിക്കേണ്ടി വരും. ചിലപ്പോൾ അതൊന്നും നടക്കത്തില്ല. അപ്പം നമ്മൾ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കരുത്. നമുക്ക് ഉറപ്പുണ്ടാവണം, ഇന്നത് ആപത്താവും, ഇന്നത് മാനസികമായി നമ്മൾ അപമാനിക്കും. അവിടെ ചെന്നിട്ട് നമ്മൾ പോയിട്ട് പിണക്കൊന്ന് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ബാക്ക് ഫയറാവും, നമുക്കത് ദോഷമായിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ, നമുക്ക് അത്യധികം ഉറപ്പുണ്ടാവണം. പക്ഷേ ജീവിതത്തിലെ പല പിണക്കങ്ങളും വെറുതെ ഓരോ ഇതും ചിന്തിച്ചിട്ടുണ്ടാവുന്നതാണ്. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. സ്വന്തം വീട്ടുകാരെ പിണങ്ങുന്നത്, അച്ഛനായിട്ട് പിണങ്ങുന്ന, അമ്മയായിട്ട് പിണങ്ങുന്നത് അല്ലേ? അതൊക്കെ ചിലപ്പോൾ ഒരു സംസാരില്ല. അപ്പോൾ 1-2 ചാൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയും.
പിന്നെയും അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ ഇല്ലയോ, പിന്നെയും അപമാനമാണ് സഹിക്കെങ്കിൽ അതങ്ങ് വിടുക. ബാക്കി നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട് ചിന്തിക്കുക. അപ്പോൾ 1-2 അവസരം ചാൻസ് നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവും അവർ ക്ഷമിക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്ന്. ജീവിതത്തിൽ എല്ലാവരുമായ നമ്മൾ പൊതുവായിട്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെ പിണക്കമൊന്നും ഇല്ലാതിരുന്നെങ്കിൽ, ഒരു പക്ഷം മാത്രം പിണക്കം വെച്ച് മറ്റു പക്ഷം പിണക്കം വെച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമുക്ക് താഴാൻ പറ്റും ആ ഒരു പക്ഷത്തിന്? പറ്റില്ലല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്, ജീവിതത്തിൽ എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ, ഒരു ഐഡിയൽ സമൂഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും പിണങ്ങാതെയും ജീവിതത്തിൽ സിമ്പിളായിട്ട് കണ്ടെങ്കിൽ എളുപ്പമായി. പക്ഷെ ഒരു കൂട്ടം മാത്രം ക്ഷമയ്ക്ക് തയ്യാറാവുകയും മറ്റു കൂട്ടം ക്ഷമയ്ക്ക് തയ്യാറാവാതെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എല്ലാവരും ഒരേ സ്വഭാവം ആയിരുന്നെങ്കിൽ ഒരു ഐഡിയൽ സമൂഹത്തെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അല്ലാതെ ഒരു പക്ഷം എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുക, മറുപക്ഷം എപ്പോഴും ദ്രോഹിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ആളുകൾ നമുക്കും തിരിച്ച് ക്ഷമിക്കാൻ പറ്റത്തില്ല. നമ്മൾ കുനിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു തവണ നമ്മുടെ ഗാന്ധിജി പറഞ്ഞ പോലെ, ഒരു തവണ അടി 2 കാരണം കുറ്റി. അപ്പോൾ 2 കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ, 1-2 നമ്മൾ അവസരം കൊടുത്തിട്ടും നമ്മളോട് ക്ഷമിക്കാൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ പിന്നെയും അവരെ ക്ഷമിക്കുന്നത് ശരിയാണോ? നമുക്ക് ദോഷമാവുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ ഉപദേശവും ഇതൊക്കെ കൊള്ളാം, പക്ഷേ അത് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നൊരു ഇതാവരുത്. ക്ഷമിച്ച് വിടുന്നതൊക്കെ നല്ല തന്നെയാണ്, പക്ഷേ അതിന് പകരം നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത്. വിലപ്പെട്ട ജീവിതവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓരോ ജീവിതവും അതിൻ്റെ വിലയുണ്ട്. അനാവശ്യമായ പണങ്ങളും ഇണക്കളും ഒഴിവാക്കുക എന്നാണ് എൻ്റെ